ചില നിമിഷങ്ങൾ വചനത്തിൽ നിന്നൊരു ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആധാരമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 23. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനേ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റേതല്ല, മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. കർത്താവ് പത്രോസിനെ ഇവിടെ പറയുന്ന ഒരു വേദഭാഗമാണ്, ശാസനയോടുകൂടി പറയുന്നൊരു കാര്യമാണ്. സാത്താനെ, അവന് തിരിഞ്ഞ പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റേതല്ല, മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഫോർ യു ആർ നോട്ട് സെറ്റിംഗ് യുവർ മൈൻഡ് ഓൺ തിങ്സ് ഓഫ് ഗോഡ് ബട്ട് ഓൺ ദ തിങ്സ് ഓഫ് മാൻ. ലോകത്തിലുള്ള മനുഷ്യരെല്ലാം 90% ആളുകളും അന്വേഷിക്കുന്നത് അവരവരുടെ കാര്യമാണ്, മനുഷ്യൻ്റെ കാര്യങ്ങളാണ്, മനുഷ്യൻ്റെ ഉയർച്ചയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഈ പട്ടണത്തിൽ വലിയൊരു ഉത്സവം പോലെ നടന്നു. എല്ലാവരുടെയും ഉള്ളിലെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്തുവാ? നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം, തലമുറകളെല്ലാം നന്നായി വരണം, ജോലി സുസ്ഥിരമാകണം, സാമ്പത്തികമായ മേന്മയുണ്ടാകണം. ഇതാണ് അവരെല്ലാം ഇവിടെ വന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഈ തെരുവോരങ്ങളിൽ അവർ ചെയ്ത പ്രവൃത്തിയുടെ അവരുടെ ഉദ്ദേശം അതാണ്. എന്നാൽ ഒരു ക്രിസ്തുവിലായി കഴിയുമ്പോൾ ആ ആളിൻ്റെ പ്രയോറിറ്റിക്ക്, ചിന്താഗതിക്ക് മാറ്റം വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മളെ അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് നൽകിത്തരുമെന്നാണ്. കർത്താവിൻ്റെ വചനം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ മനുഷ്യൻ്റേതും ദൈവത്തിൻ്റേതും, തിങ്സ് ഓഫ് മാൻ ആൻഡ് തിങ്സ് ഓഫ് ഗോഡ്, രണ്ട് കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പല വേദഭാഗങ്ങൾ നമ്മൾ കാണുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, വൺ ഈസ് ടെമ്പറൽ, ഒന്ന് താൽക്കാലികമാണ്, മറ്റേത് നിത്യമായിട്ടുള്ളത്, എറ്റേണലാണ്. നമ്മൾ പറയുന്നുണ്ട്, വചനത്തിൽ കാണുന്നത്, നിങ്ങൾ കാണുന്നത് വാട്ട് ഈസ് ടു ബി സീൻ, കാണാൻ കഴിയുന്നത് അതെല്ലാം താൽക്കാലികം, എന്നാൽ കാണാത്തതോ നിത്യമത്രേ എന്ന് നമ്മൾ വായിക്കുന്നു. ജഡത്തിനുള്ളതെന്ന് പറയുന്നു, ആത്മാവിലുള്ളതെന്ന് പറയുന്നു. മനുഷ്യൻ്റെ ചിന്താഗതികളും ആഗ്രഹങ്ങളെല്ലാം എന്താണ്? പ്രധാനമായിട്ടും ജഡത്തിനുള്ളതാണ്. എന്നാൽ ആത്മാവിനുള്ളതാണ് ദൈവത്തിൻ്റെ ചിന്താഗതി. വേറൊരു ഭാഗം പറയുന്നത്, ഇറ്റ് ഈസ് ഹൈലി എസ്റ്റീംഡ് എമംഗ് മാൻ ഈസ് അബോമിനേഷൻ ഇൻ ദ സൈറ്റ്. മനുഷ്യൻ്റെ മുമ്പിൽ ഉന്നതമായത്, ശ്രേഷ്ഠമായതെന്ന് കരുതുന്ന ദൈവസന്നിധിയിൽ എന്താണ്? നികൃഷ്ടമാണ്, അത് അറപ്പത്രേ എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, യഹോവയായ ദൈവം ഹൃദയങ്ങളെ, അന്തരേന്ദ്രിയങ്ങൾ, ഈ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത്, ഒന്ന് ഈസ് പെരിഷബിൾ ആൻഡ് അതർ വൺ ഈസ് ഇംപെരിഷബിൾ. നശിച്ചു പോകുന്നതാണ് ഈ ലോകത്തിലുള്ളത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, എന്നാൽ ഇംപെരിഷബിളാണ്, നശിച്ചു പോകാത്തത്, നിത്യമായിട്ടുള്ളതാണ് ദൈവത്തിൽ നിന്നുള്ളത്. പിന്നെ നമ്മൾ കാണുന്ന ഔട്ടർ മാൻ ആൻഡ് ഇന്നർ മാൻ. മനുഷ്യൻ്റെ ആഗ്രഹം മുഴുവൻ അവൻ്റെ ഔട്ടർ മാൻ, പുറമേയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുക. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ശക്തിപ്പെടണമെന്നുള്ളതാണ്. ഒന്ന് പ്രഷ്യസ് ആണ്, ഒന്ന് പ്രൈസ്ലെസ് ആണ്, അതർ വൺ ഈസ് പ്രഷ്യസ്. വിലയില്ലാത്തതാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത്, എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വരുന്നത് ഏറ്റവും വിലയുള്ളതാണ്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ മനുഷ്യരാണ്, മനുഷ്യമായ അതൊന്നും നമുക്ക് വേണ്ട എന്നുള്ളതല്ല. കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞ ഒരു ഓർഡർ, പ്രയോറിറ്റി നമ്മളെ പഠിപ്പിച്ചു. എന്താണ് ആദ്യമേ പറഞ്ഞത്? ഹല്ലോഡ് ബി ദൈ ദൈവമേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അതിന് ശേഷം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആ ഓർഡർ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ മനുഷ്യൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ തിരിക്കുന്നവരെയാണ് നമ്മൾ വായിച്ചത് വേദഭാഗം. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. മനുഷ്യൻ്റെ വഴികളും ദൈവത്തിൻ്റെ വഴികളും തമ്മിൽ എല്ലാ സമയത്തും വ്യത്യസ്തമായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിന്ന് വായിച്ച വേദഭാഗത്തിൻ്റെ കോണ്ടെക്സ്റ്റ് ഇങ്ങനെയാണ്. നമുക്കറിയാം, പത്രോസിനോട് തിരിഞ്ഞ് യേശു ശാസിക്കുകയാണ്. പത്രോസിനെ വിളിക്കുന്നത് സാത്താനെ എന്ന പേരാണ് വിളിക്കുന്നത്. കാര്യം എന്താണ്? ഇതിന് ചില വാക്യങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, തൻ്റെ ശിഷ്യനായ പത്രോസിനെ ഭാഗ്യവാൻ എന്ന് കർത്താവ് വിളിച്ചു. കാര്യം, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രനെ ആരാണെന്നാണ് എല്ലാവരും പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ നീ ഏലിയാവാണ്, ചിലർ പറയുന്നു യെരമ്യാവാണ്
യോഹന്നാൻ സ്നാപകനാണ് എന്നൊക്കെ പലതര പ്രവാചകന്മാരിൽ ഒരുവനാണെന്നൊക്കെ ആളുകൾ പറയുന്നു. അപ്പോൾ കർത്താവ് അവരോട് ഒരു ചോദ്യം, വാട്ട് ഡു യു സേ? നിങ്ങളെന്താ പറയുന്നത്? പത്രോസ് ഒന്നാമനായിട്ട് അവിടെ പറഞ്ഞു, കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസിനെ കർത്താവ് വിളിച്ചത്, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗത്തിലെ ദൈവമത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞു. യേശുവിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഗൈഡൻസ്, ഒരു റെവലേഷനുള്ള ആളാണ് പത്രോസ്. എന്നാൽ ചില വേദഭാഗങ്ങൾക്ക് ശേഷം, ചില വാക്യങ്ങൾക്ക് ശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന കാര്യം എന്താണ്? യേശു പത്രോസിനോട് പറയുകയാണ്, ഒരു 21 വാക്യം നമ്മൾ വായിക്കാം, വേഴ്സ് 21. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. കർത്താവ് പറഞ്ഞാണ്, ഞാൻ ഇനിയും നിങ്ങളോട് ഇത്ര നാളും കൂടെ ഇരുന്നു, എന്നാൽ ഞാൻ യെരൂശലേമിൽ ഞാൻ അകപ്പെടാൻ പോകുന്ന, ഞാൻ നേരിടാൻ പോകുന്ന സംഭവവികാസങ്ങളൊക്കെ അവരോട് വിശദമായിട്ട് പറഞ്ഞ്, ഞാൻ കൊല്ലപ്പെടാൻ പോവുകയാണ്, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇതെല്ലാം പറഞ്ഞപ്പോൾ ഈ കർത്താവിനെ വളരെ സ്നേഹമുള്ള പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞതാണ്, എന്താണ്? കർത്താവേ, അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. പത്രോസ് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ഒത്തിരി സ്നേഹം ഉണ്ടാകട്ടെ. കർത്താവിനെ വളരെ സ്നേഹമുള്ള ആളാണ് പത്രോസ്. കർത്താവ്, നിനക്കിതൊന്നും ഭവിക്കരുത്, നീ അങ്ങനെയൊന്നുമല്ല, നീ രാജാധിരാജാവായി കർത്താവായി ദൈവപുത്രനായിട്ട് ഈ ഭൂമിയിൽ വന്ന് നിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ നീ കുരിശിലോട്ട് പോകുന്ന കാര്യം മാത്രം നീ ചിന്തിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴാണ് കർത്താവ് പറഞ്ഞ്, അവൻ്റെ മുഖത്തോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു, ദൈവത്തിൻ്റേതല്ല മനുഷ്യൻ്റേതത്രേ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു. കർത്താവ് ഈ സാത്താനെ എന്നെ വിട്ടുപോകുന്നു നേരത്തെ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതറിയാം എവിടെ വെച്ചാന്ന്? പിശാച് തന്നെ പരീക്ഷിച്ചപ്പോൾ ഈ കല്ല് അപ്പമായി തീരാൻ പറഞ്ഞു. അതുപോലെ നീ എന്നെ നമസ്കരിക്കുക, നീ എന്നെ വർഷിപ്പ് ചെയ്താൽ ഈ മഹത്വമല്ല നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോഴും കർത്താവ് ഇതേ വാക്കാ പറയും. രണ്ടിടത്ത് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നുള്ളൂ, സാത്താനെ എന്നെ വിട്ടുപോകും. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രമാത്രമാണ്, വളരെ സീരിയസ് ആയിട്ട് കർത്താവ് പറയണം. ഈ പിശാചിനെ ആരാധിക്കുന്നതും ദൈവത്തെ ആരാധിക്കാതിരിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ വഴികളെ ഉപേക്ഷിച്ച് മനുഷ്യൻ്റെ വഴികൾ തിരഞ്ഞെടുക്കുന്നതും ഒരുപോലെ സീരിയസ് ആയ കാര്യമാണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. എന്താണ് ഈ ക്രോസ് എന്ന് പറഞ്ഞാൽ? മനുഷ്യന് അറിയാം, പത്രോസിനും അറിയാം, നീ എല്ലാം കാര്യങ്ങളൊക്കെ ഇഷ്ടം, പക്ഷേ കുരിശ് മാത്രം നിനക്ക് വേണ്ട. നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഈ ക്രോസ്? ക്രോസ് എന്ന് പറയുമ്പോൾ ഓർത്തോണം എപ്പോഴും, അവർ വിൽ ഈസ് ബീൻ ക്രോസ്ഡ് ബൈ ഗോഡ്സ് വിൽ. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ വഴികളെയും മാറ്റി കർത്താവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതാണ് ക്രോസ് എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു നിത്യതയോളം വളരെ പ്രാധാന്യം. കർത്താവ് പറഞ്ഞ, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കർത്താവിനെ അനുഗമിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള കാര്യം. നമുക്ക് ഈ രക്ഷയെക്കുറിച്ചും ദൈവത്തിൽ ക്രിസ്തുവിലാകുന്നതിനെക്കുറിച്ചൊക്കെ വളരെ സന്തോഷമാണ്. രക്ഷ വേണം, വീണ്ടെടുപ്പ് വേണം, പാപക്ഷമ വേണം, നിത്യജീവൻ വേണം, സമാധാനം വേണം, പ്രത്യാശ വേണം. പക്ഷേ ഇതിനോടൊപ്പം കിട്ടുന്ന ഒരു പാക്കേജാണ് എന്ത്? ക്രോസ് എന്നുള്ളത്. അതും ഒഴിയുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ ഒന്നും അറിയാത്ത ഇന്നത്തെ ടെക്നോളജിയെ, ഗൂഗിളിനെ നമ്മൾ വളരെ ആശ്രയിക്കാറുണ്ടല്ലേ. ഇപ്പോൾ നമുക്ക് ഇവിടെ ആലപ്പുഴ വരെ പോകണമെങ്കിൽ നമുക്കറിയാം ഇതുവഴി പോകുന്നത് NH-66 കൂടെ പോകുന്നതാണ് എളുപ്പം, കൊല്ലം വഴി പെട്ടെന്ന് പോകാം. പക്ഷേ ഗൂഗിളിൽ നോക്കുമ്പോൾ ഗൂഗിൾ പറയും അതുവഴി പോകണ്ട, ഇന്നടത്തടുത്തൊക്കെ ട്രാഫിക് കൺജക്ഷൻ ഉണ്ട്, അത് എളുപ്പവഴിയാണെങ്കിലും നിങ്ങൾ ഇപ്പുറത്തൂടെ പോകും, MC റോഡിൽ കൂടെ പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒന്നും അവിശ്വസിക്കാതെ ഗൂഗിൾ പറയുന്നത് കേൾക്കാൻ നമുക്ക് സന്തോഷം. ഒന്നുമില്ല, നമുക്ക് കാണത്തില്ല, പക്ഷെ നമുക്ക് വളരെ സന്തോഷം. ഗൂഗിൾ പറഞ്ഞു ഇതുവഴി പോകാൻ, അതുകൊണ്ട് ഞങ്ങൾ ഗൂഗിളിനെ അന്വേഷിച്ചു. എന്നാൽ സർവ്വശക്തനായ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ഒരു വഴി, നമ്മുടെ മകനെ മകളെ, ഇതുവഴിയല്ല ഞാൻ നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, നീ ഇതുവഴി പോകുന്നതാണെന്ന് ദൈവത്തിന് ആത്മാവ് പറയുമ്പോൾ അത് വിശ്വസിക്കാനും സ്വീകരിക്കാനും നമുക്ക് എത്രമാത്രം മനസ്സുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ വിചാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നവരെല്ലാം വെസ്റ്റേൺ രാജ്യത്ത് പോകണം, അവിടെ സെറ്റിലാണ്. കർത്താവ് പറയും, മോനെ, നിൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹം അവനൊരു ബീഹാറിലോ അല്ലെങ്കിൽ ഒഡീസയിലോ ഒരു മിഷനറി ആയിട്ട് പോകണമെന്ന് പറയുമ്പോൾ, കർത്താവേ, അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, വേറെ എന്തോ വേണമെങ്കിലും ചെയ്യാമെന്ന് പറയും അല്ലേ. ദൈവത്തിന് വചനം പറഞ്ഞു, എൻ്റെ വിചാരങ്ങളല്ല
നിങ്ങളുടെ വിചാരങ്ങൾ. എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികളും എൻ്റെ വിചാരങ്ങളും നിങ്ങളുടെയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു. ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം നമുക്കറിയാം. പൗലോസിന് ഒരു വലിയ പ്രവാചകൻ തന്നെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു, അഗബസ് എന്നൊരു പ്രവാചകൻ പറഞ്ഞു, പൗലോസെ, നീ യെരുശലേമിലേക്ക് പോകുന്നു, ഭയങ്കരമായ കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും നിന്നെ അവിടെ കാത്തിരിക്കുന്നു, നിന്നെ വളരെ പീഡനത്തിലൂടെ നീ കടന്നു പോകണമെന്നൊക്കെ പറഞ്ഞു. അഗബസ് പറഞ്ഞ സാധാരണപ്പെട്ട ഒരു പ്രവാചകനല്ല, വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രവാചകൻ. താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായി സംഭവിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഭൂമിയിലൊക്കെയും വലിയൊരു ക്ഷാമം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അത് ഇന്ന സമയത്ത് സംഭവിച്ചു. പ്രൂവൻ പ്രോഫറ്റാണ്. നമ്മളാണെങ്കിൽ ഇത്രയും അംഗീകാരമുള്ളൊരു പ്രവാചകൻ പറഞ്ഞപ്പോൾ ഇപ്പോഴൊരു ആശ്വാസമായത്. അയ്യോ, അങ്ങോട്ട് പോകണോ പോകണ്ടായോ എന്നുള്ള ചിന്തയിലിരിക്കുകയായിരുന്നു. എന്നാൽ പൗലോസ് എന്താ പറഞ്ഞേ? നമ്മളോട് വായിക്കുന്നത് എന്താ? അപ്പോസ്തലർ 20:24 വായിക്കുന്നു, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ ഉള്ളൂ. പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കുരിശ് മുമ്പിലുണ്ട്, ക്രോസിൻ്റെ അനുഭവം മുമ്പിലുണ്ട്. പക്ഷേ അത് ഇട്ടേച്ച് ഓടിപ്പോകാനല്ല. പത്രോസ് പറഞ്ഞ കർത്താവേ നിനക്ക് കരുതെന്ന് പറയുവാനല്ല. പൗലോസ് പറഞ്ഞത് അത് സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ്. കാര്യം എൻ്റെ മുമ്പിൽ ദൈവം തന്നിരിക്കുന്ന, ദൈവം വെട്ടിയിരിക്കുന്ന ഒരു വഴിയുണ്ട്, അതിലൂടെ പോകാനാണ് എനിക്ക് താല്പര്യമെന്ന് പറയുന്നു. ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയ അവസ്ഥകളെക്കുറിച്ചൊക്കെ 2 കൊരിന്ത്യരിൽ 11-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെയാണ്, ഞാൻ അധികം പ്രാവശ്യം ഒന്ന് ആലോചിക്കുക, ഒരു കുറ്റവും ചെയ്തിട്ട ആളല്ല, സകലതും വിട്ട് ദൈവത്തെ അനുഗമിച്ച അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞാൻ അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദരാൽ ഞാൻ കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, 24 hours കടലിൽ കഴിച്ചു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം. നമ്മളാണെങ്കിൽ എപ്പോഴേ നിർത്തിച്ച് പോയനല്ലേ. ഇത്രയൊക്കെ സഹിച്ചു. ആരാ? കർത്താവ് തിരഞ്ഞെടുത്ത് വലിയ അപ്പോസ്തലനായി നിയമിക്കപ്പെട്ട ആൾ. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കാണുമ്പം നമുക്ക് വയ്യ. ചിലരോട് ബ്രദറെ സഭായത്തിന് കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം നമ്പുരാൻ നമ്മളോട് വലിയ മൈൻഡൊന്നും ഇല്ലെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല അല്ലേ. ശ്രേഷ്ഠ അപ്പോസ്തലൻ പറയുകയാണ്, ഇതെല്ലാം ഞാൻ സഹിച്ചു. താൻ തെറ്റൊന്നും ചെയ്തിട്ടല്ല, കർത്താവിന് വേണ്ടി താൻ അതെല്ലാം സഹിക്കുവാൻ തയ്യാറായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും ദൈവത്തോട് പറയുന്നതുമായ ചില ആവശ്യങ്ങൾ, കർത്താവെ നീ ഇന്നതുപോലെ ചെയ്തു തരണം അല്ലേ. സെക്രട്ടറിയുടെ അടുക്ക് ചെന്ന് പറഞ്ഞാൽ നമ്മൾ ജാതക്കാർ തന്നേ തീരൂ എന്ന് പറയുന്നത് പോലെ ദൈവത്തോട് കൽപ്പിക്കുന്നവരൊക്കെ, ദൈവത്തോട് അങ്ങനെ ബലം പിടിക്കുന്നവരുണ്ട്. പൗലോസും പ്രാർത്ഥിക്കും, കർത്താവെ എൻ്റെ ജഡത്തിൻ്റെ ഈ ശൂലൊന്ന് നീക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞ് 3 വട്ടം പ്രാർത്ഥിച്ചു. കർത്താവ് മറുപടി കൊടുത്തു, മകനെ നിൻ്റെ പ്രയാസം മാറ്റി തരത്തില്ല, പക്ഷേ ഞാൻ നിനക്ക് അതിലൂടെ കടന്നു പോകാനുള്ള കൃപ ഞാൻ നൽകി, എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ് പറയുന്നത് അല്ലേ. ക്രിസ്തീയ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, പ്രസംഗങ്ങൾ കേൾക്കുന്നത് പോലെ പൊട്ടുമെത്തയുടെ അനുഭവങ്ങളൊന്നുമല്ല. വേദനകളും പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോഴും അതിൻ്റെ നടുവിൽ കർത്താവിനെ അചഞ്ചലമായി വിശ്വസിക്കുന്നതാണ് ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. രോഗങ്ങൾ വരാം, ഏകാന്തത വരാം, പ്രശ്നങ്ങൾ വരാം, കുടുംബത്തിൽ കലഹങ്ങളുണ്ടാകാം, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളുണ്ടാകാം. ഇവിടെയെല്ലാം നമ്മളൊരു കാര്യം, ഞാൻ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ ഇതെല്ലാം ദൈവത്തിൻ്റെ എറ്റേണൽ പർപ്പസിൻ്റെ പ്രോസസ്സാണ്. എന്നെ സാങ്ക്ടിഫൈ ചെയ്യുവാൻ, എന്നെ വിശുദ്ധീകരിക്കുവാൻ, ദൈവപുത്രനെ പോലെ എന്നെ ആക്കി തീർക്കുവാൻ, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് ഏകീഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിർഭാഗ്യവശാൽ ഇന്ന് ആത്മീയ ലോകത്ത് കേൾക്കുന്ന പാട്ടുകളും മെസ്സേജുകളെല്ലാം നമ്മളെ ആ ശൈശവാവസ്ഥയിൽ, എബ്രായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ കട്ടിയുള്ള ആഹാരമല്ല, പാലത്രേ, ഈ പാല് കുടിപ്പിച്ച് ഇങ്ങനെ ആളുകളെ നിർത്തുന്ന സന്ദേശങ്ങളാണ് കേൾക്കുന്നത്. അതിനാണ് മാർക്കറ്റ്. ശത്രുക്കളുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം എന്നൊരു ടൈറ്റിലിടാമെങ്കിൽ എപ്പം 10,000 പേര് കേട്ടെന്ന് നോക്കിയാൽ മതി അല്ലേ. നിൻ്റെ തലമുറകളെ ഉയർത്തുന്ന ദൈവം എന്ന് പറയാമെങ്കിൽ വളരെ സന്തോഷം.
മെസ്സേജുകൾ കേട്ടുകൊണ്ടിരിക്കും, ഷെയർ ചെയ്യും. പക്ഷേ നീതീകരണം, വിശുദ്ധീകരണം, തന്നെത്താൻ ത്യജിക്കുക, ക്രൂശ് എടുക്കുക എന്നൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഓപ്പൺ ചെയ്യുമോ എന്ന് പോലും സംശയമായി. നമ്മുടെ മാർക്കറ്റ് അങ്ങനെയാണ്. എന്നാൽ ദൈവമക്കളെ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങളില്ലെന്നല്ല, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യങ്ങളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ മുടിയനായ പുത്രൻ യേശു തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാൻ പോയത് എന്തിനായിരുന്നു? വയറ് നിറച്ച് വല്ല ശാപ്പാട് കഴിക്കാമെന്നുള്ള ഒറ്റ ആഗ്രഹമുള്ളായിരുന്നു അവന്. പക്ഷെ അവിടെ ചെന്നിട്ട് അപ്പൻ്റെ സ്നേഹം കണ്ടു. അപ്പൻ അവനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പം അവൻ ഈ ശാപ്പാടും ഫുഡും ഒന്നും അവന് അപ്പൻ്റെ സ്നേഹത്തിലാണ് അവൻ വളർന്നത്. ദൈവമക്കളെ, നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സങ്കടങ്ങൾ, വേദനകൾ, അതിന് നടുവിൽ കർത്താവിനെ ഹൃദയംഗമായി സ്നേഹിക്കുവാനും ദൈവവഴികൾ നടക്കുവാനും നമുക്ക് കഴിയണം. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും യേശു കർത്താവിനെ അന്വേഷിച്ച ആളുകൾ കുറേ പേര് പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിഞ്ഞ് കർത്താവ് തൻ്റെ വഴിക്ക് പോയി. ജനമെല്ലാം യേശുവിൻ്റെ പുറകെ വരിക. അവരവിടെ പോകുന്നു, മലച്ചരുവിൽ പോകുന്നു, കടൽ തീരത്ത് പോകുന്നു, കർത്താവിനെ കാണുന്നില്ല. ഭയങ്കര ആകാംക്ഷയാണ്, കർത്താവിനെ കണ്ടെത്തണം. ഒടുവിൽ കപ്പർനഹൂമിൽ ചെന്നപ്പോൾ ഇവർ യേശുവിനെ കണ്ടപ്പോൾ ഇവരെ കണ്ടുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ 6:26 എന്താ നമ്മൾ വായിക്കുന്നത്? യോഹന്നാൻ 6:26 വായിക്കുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. കർത്താവ് പറയാം, നിങ്ങൾ സത്യമായിട്ട് നിങ്ങളോട് ഞാനൊരു കാര്യം പറയണം. നിങ്ങൾ എന്നെ ഈ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലെല്ലാം പോയി വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, ഞാൻ മശീഹയാണെന്നോ അടയാളങ്ങൾ കണ്ടോന്നല്ല. നിങ്ങൾക്ക് പിന്നെയും വല്ലതും ശാപ്പാട് കഴിക്കണം, അല്ലേ? കർത്താവ് പറഞ്ഞ എന്താണ്? നശിച്ചു പോകുന്ന ആഹാരത്തിന്, 27-ാം വാക്യം, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, അവന് പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ എന്തിനാ കർത്താവിൻ്റെ പിന്നാലെ പാടുപെട്ട് സൺഡേയിലും ഫാസ്റ്റിംഗ് പ്രേയറിനും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന, രാത്രി മുഴുവൻ പ്രാർത്ഥന, എന്തതിൻ്റെ എല്ലാ ഉദ്ദേശം? ഈ നശിച്ചു പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ കർത്താവ് പറയുന്നു, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടല്ല, നിത്യതയിലേക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി അന്വേഷിപ്പീൻ എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ ആഹാരം മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളും വെച്ചാൽ നമ്മുടെ കംഫർട്ടും നമ്മുടെ സൗകര്യങ്ങളും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കർത്താവ് ഒറ്റ വാക്കി പറയുന്നു, ഇതെല്ലാം എന്താണ്? പെറിഷബിളാണ്, നശിച്ചു പോകുന്നതാണ്. അതിലേക്കല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം, അത് അന്വേഷിപ്പീന കാരണം. അതാ കർത്താവ് പത്രോസിനോട് പറഞ്ഞ്, ക്രൂശ് വേണ്ടാന്ന് നീ പറഞ്ഞ എന്താ? നീ മനുഷ്യൻ്റേതാണ് അന്വേഷിക്കുന്നത്, ദൈവത്തിൻ്റേതല്ല എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ തന്നെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താ ആഗ്രഹിക്കുന്നത്? ഞാൻ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഉപവാസവും എൻ്റെ കൺസേണും എല്ലാം എന്തിനു വേണ്ടിയിട്ടാപ്പാ? ഈ ഭൂമിയിലെ നശിച്ചു പോകുന്ന താൽക്കാലികമായ ടെമ്പറലായിട്ടുള്ള പെറിഷബിളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. അപ്പോസ്തലനായ യോഹന്നാൻ ഇങ്ങനെ പറയുന്നുണ്ട്, 1 യോഹന്നാൻ 2:16, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. 2 കാര്യങ്ങൾ, ഒന്ന് മനുഷ്യൻ്റേതും ഒന്ന് ദൈവത്തിൻ്റേതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജഡമോഹം, കൺമോഹം, ഈ ഭൂമിയിൽ ഉള്ള ജഡത്തിൻ്റെ അഭിലാഷങ്ങളെക്കുറിച്ചെല്ലാം യോഹന്നാൻ അപ്പോസ്തലൻ ഇതൊന്നും പിതാവെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ആഗ്രഹങ്ങളല്ല, ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളാട്ടെ എന്ന് പറയുന്നു. പൗലോസ് പറയുന്നത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത എന്താണ്? മരണം. ആത്മാവിൻ്റെ ചിന്തയോ ജീവനോ സമം. നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുക. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്? ഈ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ തന്നെയാണോ? ഈ ലോകത്തിൻ്റെ മോഹങ്ങളാണോ? കണ്ണിനെ ആകർഷിക്കുന്ന വസ്തുവകകളിലേക്കാണോ? ഇതെല്ലാം ബൈബിൾ പറയുന്നു, ജഡത്തിനുള്ളത് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം. മറ്റൊരു കാര്യമാണ് ആകുല ചിന്ത. ഇത് മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഈ നാളുകളിൽ വളരെ ഉണ്ടാകുന്ന ഒരു കൺസേണാണ്. കൺസേൺ ഓഫ് ദെയർ ലൈഫ്. എങ്ങനെ ജീവിക്കും, എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എൻ്റെ ഭാവി എങ്ങനെയാണ്? കർത്താവിൻ്റെ വചനം പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിങ്ങളുടെ
സകല ഭാരവും യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവമക്കളെ, കർത്താവിൻ്റെ അടുക്കൽ വന്ന് പിശാച് പറഞ്ഞു, നീ 40 ദിവസം ഉപവസിക്കുക, നീ കല്ല് അപ്പമായി തീരാൻ പറഞ്ഞപ്പോഴും കർത്താവ് എന്താ പറഞ്ഞേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അത് യഹോവയുടെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഒരുപാട് പേര് കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് പണത്തോടുള്ള അമിതമായ ആഗ്രഹം. നമ്മൾ പേപ്പറുകൾ വായിക്കുന്നുണ്ട്, നിക്ഷേപങ്ങളെല്ലാം കൊണ്ടൊന്ന് വല്ലവനും കൊടുക്കുക. കാര്യം എന്താണ്? ലവ് ഓഫ് മണി. ദൈവം പറഞ്ഞു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണം. നമ്മൾ സൂക്ഷിക്കുക, ഈ മനുഷ്യനുള്ളതാണോ? നമ്മൾ ഏത് ഡിസിഷൻ എടുക്കുന്നതിനും ഒരു നിമിഷം കർത്താവ്, ഇത് എൻ്റെ സ്വന്തം ജഡത്തിൻ്റെ ഇച്ഛയാണോ, ദൈവം തമ്പുരാൻ്റെ ഹിതമാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. പോപ്പുലാരിറ്റിക്ക് വേണ്ടി, പൊസിഷന് വേണ്ടി ഓടുന്ന ഒരു വലിയ സമൂഹം ക്രിസ്തീയ സഭകളിൽ തന്നെയുണ്ട്. കർത്താവിനോട് ഒരിക്കൽ തൻ്റെ സഹോദരന്മാർ പറഞ്ഞു, പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നതിനാരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ല. നീ ഇത് ചെയ്യുന്നെങ്കിൽ നീ ലോകത്ത് നിന്നെ തന്നെ വെളിപ്പെടുത്തും. നീ എന്തെങ്കിലും സീക്രട്ടായിട്ട് ചെയ്യുന്നുണ്ട്, 10 പേര് അറിയട്ടെ അല്ലേ? മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു മോഹമാണ്, ഞാൻ ചെയ്യുന്നത് എന്നെ അംഗീകരിക്കണം, എന്നെ മറ്റുള്ളവർ അറിയിക്കണം. വീണ്ടും നമ്മൾ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ട് പിന്നെയും തനിച്ച്. ഈ 2 സ്ഥലം തന്നെ പ്രസിദ്ധനാകാൻ പറഞ്ഞപ്പോഴും രാജാവാക്കാൻ നോക്കുമ്പോഴും യേശു അവിടെ നിന്ന് ചുമ്മാ നിന്ന് കൊടുത്താൽ മതിയായിരുന്നു. ഒന്നും ചെയ്യേണ്ട, ഒരു പൊസിഷനും പോകണ്ട, വോട്ട് പിടിക്കാനും പോകണ്ട. കർത്താവ് തനിച്ച് മലയിലേക്ക് പോയി എന്നാണ് കാണുന്നത്. പൗലോസ് സദാ പറയുന്നത്, താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ. ക്രിസ്തീയ സഭകളിൽ ഇലക്ഷനും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തെല്ലാം തരത്തിലുള്ള കോമ്പറ്റീഷൻ, വെറുപ്പ്, വിദ്വേഷം, ഇതിൻ്റെ എല്ലാം കാരണം എന്താ? ജഡത്തിൻ്റെ ചിന്ത. കർത്താവ് പറയുന്നു, മനുഷ്യൻ്റേതത്രേ, ദൈവത്തിൻ്റേതല്ല അന്വേഷിക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. മറ്റൊരു മനോഭാവമാണ് മറ്റുള്ളവർക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ടാകാൻ ആഗ്രഹം. നമ്മളിങ്ങനെ വായിക്കുന്നു, ലൂക്കോസിന് ശേഷം 9-ാം അധ്യായത്തിൻ്റെ 54-ാം വാക്യം വായിക്കുന്നു. അത് അവൻ്റെ ശിഷ്യന്മാരെ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവെ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറഞ്ഞ് നിനക്ക് സമ്മതമെന്ന് ചോദിച്ചു. കോണ്ടെക്സ്റ്റ് ഇതാണ്. ശമരിയ എന്ന് പറഞ്ഞ പട്ടണത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കാൻ അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് ശിഷ്യന്മാർ കണ്ടപ്പോൾ ഇവർക്ക് അങ്ങ് ദേഷ്യം. കർത്താവെ, നിന്നെ സ്വീകരിക്കാൻ അവർക്ക് താല്പര്യം. ഞങ്ങളൊരു കാര്യം ചെയ്യട്ടെ, ഏലിയാവ് പറഞ്ഞതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നശിപ്പിക്കാൻ ഞങ്ങളങ്ങ് പറയട്ടെ എന്ന് അവർ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അവരെ ശാസിച്ചു. 55-ാം വാക്യം, നിങ്ങൾ ഏതാത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. നമ്മുടെ മനസ്സിലുണ്ട്, കർത്താവെ, ഈ സുവിശേഷ വിരോധികളെല്ലാം ഒരു പാഠം പഠിപ്പിക്കണമേ. കർത്താവെ, അവിടേക്ക് ചില പ്രകൃതി അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കാര്യം കർത്താവ് ചോദിക്കുക, നിങ്ങൾ ഏതാത്മാവിന് അധീനർ? പ്രതികാര ഇച്ഛ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ, നമ്മളെ നാളുകളായി പീഡിപ്പിക്കുന്ന അയൽക്കാരൻ, ഇതൊക്കെ നമ്മുടെ ശത്രുക്കളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇവരുടെയൊക്കെ ഓർമ്മകൾ അല്ലേ? അതൊന്നുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അവരെ സ്നേഹിക്കുവാനാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നെങ്കിലും എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുവാൻ 100 കണക്കിന് ദൂതന്മാരെ, ചേവകരെ എനിക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. പക്ഷേ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞു. കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. മറ്റൊരു ചിന്തയാണ് ഈ ലൂക്കോസ് 9-ാം അധ്യായം 49-ാം വാക്യത്തിൽ വായിക്കുന്നത്, നാഥ, ഒരുത്തൻ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ യേശുവിനോട് പറയുക. കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. നമ്മുടെ മനോഭാവം, നമ്മുടെ അതേ സിസ്റ്റം, നമ്മുടെ അതേ ട്രഡീഷൻ, നമ്മുടെ അതേ കാര്യങ്ങൾ. ഇന്ന് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ സഭ കൊള്ളാം, ഒത്തിരി ആളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. കാര്യം എന്താ? അവർക്ക് അങ്ങോട്ട് സ്വീകരിക്കാൻ മനസ്സില്ല, ഉൾക്കൊള്ളാൻ മനസ്സില്ല. കർത്താവ് പറഞ്ഞെന്താണ്? വിരോധിക്കരുത്, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഈ പറഞ്ഞ ചിന്തകളെല്ലാം എന്താണ്? മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ നമുക്ക് മടി എന്താണ്? മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ അവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാം. ഞാൻ എൻ്റെ സന്ദേശം നിർത്തട്ടെ. കർത്താവിൻ്റെ ദാസനായ പൗലോസിനെ പറയുന്നുണ്ട്, കൊലോസ്യർ അങ്ങനെ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. തിങ്സ് ഓഫ് ദിസ് വേൾഡ് ബിക്കം സോ സ്മോൾ വെൻ വി ലുക്ക് ഫ്രം എബോവ്.
ഈ ലോകത്തിലെ നമ്മൾ കേട്ടതുപോലെ മനുഷ്യൻ്റേതെന്ന ചിന്തിക്കുന്ന കാര്യങ്ങൾക്കൊന്നും വാല്യൂ ഇല്ല. അത് വളരെ ചെറുതാണെന്ന് കാണണമെങ്കിൽ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കുമെന്ന് നമ്മൾ വായിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന വിഷയം എന്താണ്? ഈ ലോകത്തിൻ്റെ മോഹങ്ങളെക്കുറിച്ചാണോ, ഇവിടുത്തെ ഉയർച്ചകളെക്കുറിച്ചാണോ, അതോ ദൈവേഷ്ടം ചെയ്യുവാനുള്ളൊരു സമർപ്പണമാണോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, പത്രോസേ, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞത് നമ്മൾ ഓർക്കുക. റോമലേഖനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതമെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മാനസാന്തരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. മെറ്റനോയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? തിങ്ക് ഡിഫറൻറ്റ്, വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യും. നമ്മൾ ഇത്രയും നാളും ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിലൊരു ചേഞ്ച് ഉണ്ടാകട്ടെ. കർത്താവേ, ഈ മനുഷ്യൻ്റെ വഴികൾ അന്വേഷിച്ച് ജീവിക്കുന്നത് ഞാൻ മതിയാക്കുന്നു. കർത്താവിൻ്റെ വഴികളെ അന്വേഷിപ്പാൻ എന്നെ സഹായിക്കണമേ. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ടല്ലോ, യു ആർ ദ പോട്ടർ, ഐ ആം ദ ക്ലേ, മേക്ക് മീ ആൻഡ് മോൾഡ് മീ, ദിസ് ഈസ് വാട്ട് ഐ പ്രേ. കർത്താവേ, നീയാണ് ആ നല്ല കുശവൻ, അങ്ങനെ പണിയണമേ. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പ്രയോറിറ്റിയിലൊക്കെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകട്ടെ. കർത്താവേ, നിൻ്റെ വഴി അന്വേഷിപ്പാൻ, നിന്നെ സ്നേഹിപ്പാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.